ജെ ഓപ്പറേറ്റർ. ഇതാണ് ജെ ഓപ്പറേറ്റർ. ജെ = √-1. ജെ സ്ക്വയർ എന്ന് പറയുന്നത് -1 റൂട്ട് പോവും. ജെ ക്യൂബ് എന്ന് പറയുന്നത് -j. j⁴ എന്ന് പറയുന്നത് 1. -1 × -1 എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് E = E0 sin ωt ആണ്. അപ്പോൾ E0 sin ωt നമുക്ക് E = E0 j ωt എന്ന് എഴുതാം. ആ E0 j ωtയുടെ ഇമാജിനറി പാർട്ടാണ് E0 sin ωt എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനറലൈസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് കോസിൻ്റെയും സൈൻ്റെയും കോമ്പിനേഷനായിട്ട് വരും. അത് പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഉണ്ട്. അപ്പം 1/j എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ -j എന്ന് എഴുതാം. -j 1/j എന്ന് പറയുന്നത് -j എഴുതാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതൊരു സ്റ്റെപ്പായിട്ട് എടുത്ത് പഠിക്കാം. 1/j എഴുതി കഴിഞ്ഞാൽ നമ്മൾ 1ൻ്റെ കൂടെ ഒരു j മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴത്തെ jയുടെ കൂടെ ഒരു j മൾട്ടിപ്ലൈ ചെയ്യുന്നു. j² ആവും. അപ്പം മുകളിൽ ഒരു j ഉണ്ട്, താഴെ j² എന്ന് പറയുന്നത് എന്താണ്? -1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -j. ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ നമുക്ക് e⁻j⁵2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ cos π/2 പ്ലസ് j sin π/2. π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പം cos π/2 എന്ന് പറഞ്ഞാൽ cos 90 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ. പ്ലസ് j sin π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം j എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? e⁻j⁵2 എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ e⁻j⁵2 എന്ന് പറയുന്നതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും cos π/2 - j sin π/2. cos π/2 0 ആണ്, -j sin π/2 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -j എന്ന് കിട്ടും. അപ്പം -j എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഈ കണ്ട ഇത് ഇങ്ങനെ എഴുതിയാലും മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ജയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഉള്ളത്. ഓക്കെ.